ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് തേനീച്ചകളെ ഒഴിവാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ, ഈ വലിയ വലിയ മാളുകളിലും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളിലൊക്കെ ഈ തേനീച്ചകളിൽ ഒരു സൈഡിൽ വന്ന് കൂട് കെട്ടിയിട്ട് അങ്ങനെയുള്ള തേനീച്ച കൂട്ടങ്ങളെ ഒഴിവാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നൊരു ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ റൂമിൻ്റെ വിൻഡോ തുറന്നപ്പോഴാണ് ഇങ്ങനെ തേനീച്ചക്കൂട്ടങ്ങൾ നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് റൂം മാറിത്തരികയും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റസൽ രാജേട്ടനും അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയും കൂടിയിട്ട് ഈ തേനീച്ചയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വരുന്ന നമ്മൾ കണ്ടു. അപ്പോൾ ആദ്യം അവർ ആരെയും അങ്ങോട്ട് അലവ് ചെയ്തില്ല പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊരു 5-6 കുത്തിയ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവരവർ വിട്ടില്ല. ഇപ്പോൾ റസൽ രാജേട്ടനും അദ്ദേഹത്തിൻ്റെ സഹായിയും കൂടിയിട്ട് ഒരു ഫോഗ് അടിച്ചിട്ട് ഇതിനെ കളയുന്നതാണ് ഈ കാണുന്നത്. നമുക്കതൊന്ന് കാണാം. അങ്ങനെ തേനീച്ച മൊത്തം ഇളകിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഇവിടെ ആയിരക്കണക്കിന് തേനീച്ചകളുണ്ട്. നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങൾക്ക് വീഡിയോയിൽ. മൊത്തം ഇളകിയിട്ട് ഓരോ ഭാഗത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. അത് ഇപ്പം പിന്നെ നമുക്കൊരു ഡൗട്ട്, ഈ ഫോഗൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് വരില്ലേന്ന്. അപ്പം റസൽ രാജേട്ടൻ പറഞ്ഞ് ഇല്ല, ഇനി വരാൻ ചാൻസ് ഇല്ല. റാണി പോയി കഴിഞ്ഞാൽ പിന്നെ തേനീച്ച നിൽക്കൂലെന്നാണ് പറഞ്ഞത്. പിന്നെ വരുന്നതൊക്കെ ഈ പുറത്തൊക്കെ പോയതൊക്കെ ഉണ്ടാവുമല്ലോ, പുറത്തൊക്കെ പോയത് ഈ തീറ്റ തേടി പോയവരൊക്കെ അവരൊന്ന് വന്ന് ഇവിടെ നോക്കും. എന്നിട്ട് അവിടെ റാണിനൊന്നും കാണുന്നില്ലെങ്കിൽ വീണ്ടും അവർ തിരിച്ച് റാണി പോയ വഴിക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ അതിൽപ്പെട്ട ടീമാണ് കേട്ടോ. ഇവരൊക്കെ പുറത്ത് പോയി തീറ്റ തേടി പോയവർ തിരിച്ചു വന്നതാണ്. പക്ഷെ നമുക്ക് രാത്രി കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഈ വന്നവരും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടായിനോട് നമ്മൾ ചോദിച്ചു, നിങ്ങളിത് റെഗുലറായി ചെയ്യുന്ന വർക്കാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടായി പറഞ്ഞല്ല, നമ്മൾ റെഗുലറായി ചെയ്യുന്നതല്ല, ഇനി ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടായിൻ്റെ നമ്പർ ഞാൻ എൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എമർജൻസി ഘട്ടത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ ചേട്ടായിനെ വിളിച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.